പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം ഹെഡ്ഗേവാർ മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ തറക്കല്ലിടൽ ചടങ്ങ് തടസ്സപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. ചടങ്ങിലേക്ക് അതിക്രമിച്ചു കടന്ന യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ശിലാഫലകമടക്കം തല്ലിത്തകർക്കുന്ന കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടതാണ്. വിവരങ്ങളുമായി പരിപാടി സ്ഥലത്തു നിന്നും അരുൺ ആലത്തൂർ. പരിപാടി സ്ഥലത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടി സ്ഥലത്തേക്ക് വീണ്ടും പ്രതിഷേധവുമായി എത്തുന്ന കാഴ്ച. നേരത്തെ എത്തിയ പ്രതിഷേധക്കാർ ഈയൊരു സ്റ്റേജിന് പിന്നിലുള്ള ബാനർ അടക്കം വലിച്ചു കയറുന്നു. ഒപ്പം ഒരു ശിലാഫലകം തല്ലിത്തകർക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താനാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും ഒപ്പം ഡിവൈഎഫ്ഐയുടെയും ശ്രമം. പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം, അതിന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ പേര് ഡോക്ടർ കെ.ബി. ഹെഡ്ഗേവാർ മെമ്മോറിയൽ എന്ന പേര് നൽകിയതിനാണ് യൂത്ത് കോൺഗ്രസും ഒപ്പം ഡിവൈഎഫ്ഐയും ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നും ഈ പേരിൽ തറക്കല്ലിടുകയും കൃത്യമായി സ്ഥാപനം ഇതേ പേരിൽ തന്നെ ഉദ്ഘാടനം ചെയ്യും എന്നാണ് നഗരസഭയുടെ നിലപാട്. വിവരങ്ങളുമായി അവിടെ നിന്ന് ഈ സംഭവ സ്ഥലത്ത് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും വീണ്ടും പ്രതിഷേധവുമായി ഈ ഒരു യുവജന സംഘടനകൾ എത്തുന്നു എന്നല്ലേ? അതായത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ ആദ്യം എത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടു. അവിടെ ഉണ്ടായിരുന്ന ശിലാഫലകം അത് തല്ലി തകർത്തു. സ്റ്റേജിന് പിന്നിൽ കെട്ടിയിരുന്ന ബാനർ അടക്കം വലിച്ചു കീറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വീണ്ടും അവിടേക്ക് ഈ ഒരു അക്രമകാരികൾ പ്രതിഷേധവുമായി എത്തുന്നൊരു കാഴ്ചയല്ലേ ഇപ്പോൾ കാണുന്നത്? അക്രമകാരികൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിപ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ എത്തിയ ഈ രണ്ടാം ഘട്ടത്തിലെത്തിയ പ്രതിഷേധക്കാരെ ഏതായാലും അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അത് നേരത്തെ ഈ പോലീസ് ഇതിനെതിരെ, അതായത് ഡിവൈഎഫ്ഐക്ക് ഉൾപ്പെടെ ഇവിടെ സ്റ്റേജിനെ തകർക്കുന്നതിനും ശിലാഫലകം പൊട്ടിക്കുന്നതിനും അതുപോലെ ഈ കോൺഗ്രസിനുമൊക്കെ അതിക്രമം നടത്തുന്നതിന് അരങ്ങൊരുക്കിയതിന് ശേഷം ആ പരിപാടിയെ പൂർണ്ണമായിട്ടും അലങ്കോലപ്പെടുത്തി. പക്ഷെ ആ അലങ്കോലപ്പെടുത്തിയിട്ടും അതിലൊന്നും മുട്ടുമടക്കാതെ നഗരസഭ വീണ്ടും പരിപാടിയുമായി മുന്നോട്ട് പോയതോടുകൂടിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസുകാർ വീണ്ടും പ്രതിഷേധവുമായി എത്തിയത്. പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരുൾപ്പെടെയാണ് ഇവിടേക്ക് ഈ വീണ്ടും പ്രതിഷേധവുമായി എത്തിയത്. നഗരസഭയുടെ വൈസ് ചെയർമാൻ അല്പസമയം മുൻപ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വീണ്ടും ഇവർ പ്രതിഷേധവുമായി എത്തിയത്. അപ്പോൾ കൃത്യമായി പറഞ്ഞു, നിങ്ങൾ കൗൺസിൽ ഹാളിൽ വരൂ, തങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നേരിടാനാണെങ്കിൽ ഞങ്ങളെ കഴിഞ്ഞ 2 തവണയായി ഇപ്പോൾ പാലക്കാട് BJP ആണ് ഭരിക്കുന്നത്. ആ BJPയെ പരാജയപ്പെടുത്താനോ BJPയുടെ മുന്നിൽ യാതൊരു തരത്തിലും ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം ഇങ്ങനെ അതിക്രമം കാണിക്കുന്നത് യാതൊരു അവകാശം അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെ പറഞ്ഞത്. മാത്രമല്ല അവർ പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ അതിക്രമവുമായിട്ട്, അതായത് ഇങ്ങനെയുള്ള ഗുണ്ടായിസമൊക്കെ കാണിച്ച് തെരുവിൽ ഇറങ്ങിയാൽ തെരുവിലിറങ്ങാൻ തങ്ങൾക്കും അറിയാം. ഇത് എങ്ങനെയാണ് തെരുവിൽ നേരിടേണ്ടത്, അത്തരത്തിൽ തെരുവിൽ നേരിടാൻ തങ്ങൾക്കും അറിയാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോഴേതായാലും രണ്ടാം പ്രാവശ്യവും പ്രതിഷേധവുമായി എത്തിയ ആ കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. പോലീസ് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഈ അക്രമത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തുവെങ്കിൽ ഇപ്പോൾ അതിനെതിരെ വലിയ വിമർശനം ഉയർന്നതോടുകൂടെ ഈ കോൺഗ്രസ് കൗൺസിലർമാരെ ഇപ്പോൾ തൽക്കാലം ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ അതിക്രമം നടത്തുന്നതിന്, ആ പരിപാടിയെ അലങ്കോലപ്പെടുത്തുന്നതിന്, പ്രത്യേകിച്ച് ദിവ്യാംഗരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയെ ഇത്രയും മോശമായ രീതിയിൽ അതിനെ അലങ്കോലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ഉണ്ടാവുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും പ്രതിഷേധിച്ചവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അതേസമയം തന്നെ നഗരസഭ ഈ പ്രതിഷേധങ്ങളെ ഒന്നും കണക്കാക്കുന്നില്ല. എത്ര വലിയ പ്രതിഷേധമാണെങ്കിലും തങ്ങൾ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് നഗരസഭ ഉള്ളത്. ഇപ്പോൾ ആ ഉദ്ഘാടന പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.